പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിന്ന് ആനുകാലികം 2024 നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 3 പാർട്ടുകൾ ചെയ്തു. ഓരോ വീഡിയോസിലും നമ്മൾ 15 ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാണ്? യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ എത്രയാണ്? ഉത്തരം 144.17 കോടി. 144.17 കോടിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ. രണ്ടാമത്തെ ചോദ്യം, കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ഏതാണ്? കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ഏതാണ്? ഉത്തരം ഉദയ് ആണ്. ഉദയ്. അപ്പോൾ ഉദയ് ആണ് കോയമ്പത്തൂർ പൊള്ളാച്ചി പാലക്കാട് പാതയിൽ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ. മൂന്നാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? ഉത്തരം 346 രൂപയാണ്. 346 രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം. നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാനയാണ്. അവിടെ 374 രൂപയാണ്. ഹരിയാനയിൽ 374 രൂപയാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. 374 രൂപയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. അപ്പോൾ ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് ഹെയ്ത്തിയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായിട്ട് ഇന്ത്യ സംഘടിപ്പിച്ച രക്ഷാദൗത്യത്തിൻ്റെ പേര്. ആറാമത്തെ ചോദ്യം, 2024 ജൂൺ 30 കരസേനാ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണ്? 2024 ജൂൺ 30 കരസേനാ മേധാവിയായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് 2024 ജൂൺ 30 കരസേനാ മേധാവിയായി നിയമിതനായ വ്യക്തി. ഏഴാമത്തെ ചോദ്യം, 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയാണ് 18ാം ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. എട്ടാമത്തെ ചോദ്യം, ലോകസഭയിൽ 5 വർഷ കാലാവധി പൂർത്തിയാക്കി വീണ്ടും സ്പീക്കറാവുന്ന രണ്ടാമത്തെ വ്യക്തി ആരാണ്? ലോകസഭയിൽ 5 വർഷ കാലാവധി പൂർത്തിയാക്കി വീണ്ടും സ്പീക്കറാകുന്ന രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഉത്തരം ഓം ബിർളയാണ്. അപ്പോൾ ഓം ബിർളയാണ് ലോകസഭയിൽ 5 വർഷ കാലാവധി പൂർത്തിയാക്കി വീണ്ടും സ്പീക്കറാകുന്ന രണ്ടാമത്തെ വ്യക്തി. ഒമ്പതാമത്തെ ചോദ്യം, സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1ാം പട്ടികയിലും 8ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ദിവസം എന്നാണ്?
സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ദിവസം എന്നാണ്. ഉത്തരം 2024 ജൂൺ 24. 2024 ജൂൺ 24-നാണ് സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്ന് ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും മാറ്റുന്നതിന് അവതരിപ്പിച്ച പ്രമേയം നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച ദിവസം. 10-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം MP രാജേഷ് ആണ്. MP രാജേഷ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി. 11-ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ്. VN വാസവനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി. 12-ാമത്തെ ചോദ്യം, കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം OR കേളു ആണ്. അപ്പോൾ OR കേളു ആണ് കേരളത്തിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. 13-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായ ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ്? കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായ ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ്? ഉത്തരം ജസ്റ്റിസ് N അനിൽകുമാറാണ്. ജസ്റ്റിസ് N അനിൽകുമാറാണ് കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായ ഹൈക്കോടതി മുൻ ജഡ്ജി. 14-ാമത്തെ ചോദ്യം, 18-ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസം എന്നാണ്? 18-ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസം എന്നാണ്? ഉത്തരം 2024 ജൂൺ 27 ആണ്. 2024 ജൂൺ 27-നാണ് 18-ാം ലോകസഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിവസം. 15-ാമത്തെ ചോദ്യം, 18-ാം ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? 18-ാം ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഓം ബിർളയാണ്. അപ്പോൾ ഓം ബിർളയാണ് 18-ാം ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഓക്കെ, താങ്ക് യു.